നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് RBIക്ക് കത്ത് നൽകി. കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിദേശ വിപണിയിൽ നിന്നും ബോണ്ടുകൾ വഴി സംസ്ഥാന സർക്കാർ ധനസമാഹരണം നടത്തിയത് വിദേശ വിനിമയ ചട്ടലംഘനമാണോ എന്നതാണ് ED പ്രധാനമായും പരിശോധിക്കുക. CAG റിപ്പോർട്ടിലെ പരാമർശത്തിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തിയതിലെ ചട്ടലംഘനമാണ് ED പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ തേടി RBIക്ക് ED കത്ത് നൽകിയിട്ടുണ്ട്. വിദേശ വിപണിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ധനസമാഹരണം നടത്താൻ കഴിയുമോ എന്ന കാര്യം ED വിശദമായി പരിശോധിക്കും. കിഫ്ബിയുടെ കടമെടുപ്പ് സർക്കാരിന് ഇതുവരെ 3100 കോടി രൂപയുടെ ബാധ്യതയുണ്ടാക്കിയതായി CAGയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ RBIയുടെ അനുമതിയോടെയാണ് മസാല ബോണ്ട് പുറത്തിറക്കിയിരിക്കുന്നതെന്ന വാദമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത്. അതേസമയം കിഫ്ബിക്കെതിരെ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ കേന്ദ്ര സർക്കാർ ED അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 250 കോടി യെസ് ബാങ്കിൽ നിക്ഷേപിച്ച സംഭവത്തിലായിരുന്നു അന്വേഷണം. അതിനിടയിലാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടും ED കിഫ്ബിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ തുടങ്ങി ലൈഫ് മിഷൻ, കെ-ഫോൺ തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന പദ്ധതികളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബിയിലേക്കും മസാല ബോണ്ടിലേക്കും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നീങ്ങുന്നത്. കിഫ്ബിക്കെതിരെയുള്ള അന്വേഷണം സംസ്ഥാനത്തിന്റെ വികസനത്തെ തകർക്കാനാണെന്ന് ആരോപിച്ച് ജനകീയ പ്രതിരോധം തീർക്കാനാണ് ഇടതുപക്ഷവും സർക്കാരും ആലോചിക്കുന്നത്. ഇതോടെ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് തെരുവിലേക്ക് നീങ്ങുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, VD സതീശൻ MLA, ആനത്തലവട്ടം ആനന്ദൻ, ജയചന്ദ്രൻ മാസ്റ്റർ BJP നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം വിവിധയിടങ്ങളിൽ നിന്നും. ആദ്യം ഡോക്ടർ TM തോമസ് ഐസക്, കിഫ്ബി കൂടി EDയുടെ റഡാറിൽ വരുന്നു എന്നത് ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതാ. കാരണം ഇവരുടെ എല്ലാവരുടെയും ഇങ്ങോട്ട് വരവ് വളരെ നിഷ്കളങ്കമായിട്ട് സ്വർണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല, കേരള സർക്കാരിൻ്റെ പദ്ധതികളെ അട്ടിമറിക്കുക, ഈ ഭരണത്തിൻ്റെ അവസാന കാലത്ത് പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഉണ്ടാവുക എന്ന് കഴിഞ്ഞൊരു മാസമായിട്ട് വളരെ വ്യക്തമാണ്. അപ്പോൾ കിഫ്ബി എന്നാണ് ഇതിലേക്ക് വരിക എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇന്നിപ്പോ EDയുടെ രംഗപ്രവേശനം. അതെ, വന്നല്ലോ. ഇനിയിപ്പോ ആ രംഗപ്രവേശത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോ ഒന്നിത് പേടിപ്പിക്കാനാ ED വല്ലതും ചെയ്യാൻ പറ്റും. ഇത് നിയമപരമായിട്ടുള്ള കാര്യമല്ലെന്ന് ഒരു വശത്ത് ഹൈക്കോടതി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പുറത്ത് ED എന്ത് ചെയ്യാനാ പോണേ? നിയമപരമായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഈ ED എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒന്നുമല്ലോ, നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ടതല്ലേ. അപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്ന വിഷയം, അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ EDക്ക് എന്താ പ്രചോദനം? EDയുടെ വക്കാലത്ത് ഇത് വാദം C&AG പറഞ്ഞിരിക്കുന്നു. ഏത് കോടതിയിലിരിക്കുന്നു പരിഗണനക്ക്? പക്ഷെ C&AG പറഞ്ഞിരിക്കുന്നു. C&AG പറയുന്ന കാര്യം എങ്ങനെയാ അതിന്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ എടുക്കണേ? C&AG പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിയമസഭയല്ലേ തീരുമാനിക്കേണ്ടത്. അതിന് നിയമസഭയ്ക്ക് അതിൻ്റെതായ രീതിയുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അവിടുത്തെ ചർച്ച, പരിശോധന, മറുപടി ഇതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ C&AGയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് തന്നെ ഹൗസിൽ ടേബിൾ ചെയ്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ പോകുന്നത് നമ്മുടെ സഭയോടുള്ള അവഹേളനവും സഭയുടെ അധികാരത്തിന്റെ മേലുള്ള കയ്യേറ്റവുമാണ്. അങ്ങനെ എന്തും കേരളത്തിൽ വന്ന് ചെയ്യാമെന്ന് ED കരുതണ്ട. ആ വെല്ലുവിളി നേരിടേണ്ടി വരും. ഡോക്ടർ ഐസക്, ഞാൻ നേരെ വേറൊരു ചോദ്യത്തിലേക്ക് കടന്നോട്ടെ. നോക്കൂ, താങ്കൾ കഴിഞ്ഞ എഡിറ്റേഴ്സ് അവറിൽ പറഞ്ഞത് RBIയുടെ അനുമതി ഉണ്ട് എന്നാണ്. അന്ന് ഡോക്ടർ കുഴൽനാടൻ ചോദിച്ചിരുന്നു, ഈ 2028 ജൂൺ 1-ാം തീയതി ലഭിച്ച NOC ആണോ അനുമതിയായി അവതരിപ്പിക്കുന്നത് എന്ന്. താങ്കൾ പറഞ്ഞത് 2019 മുൻപ് തന്നെ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ്. 2019 മസാല ബോണ്ട് എടുക്കുന്നത്. പക്ഷേ ഇന്ന് താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതെ, NOC മാത്രമേ ഉള്ളൂ, വേറെ ആർക്കെങ്കിലും അതല്ലാത്ത അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയൂ എന്നാണ്. ഇക്കാര്യത്തിൽ മന്ത്രി കള്ളം പറയുകയല്ലേ? ഇല്ലെന്ന് ഈ
NOCയോടൊപ്പം വരുന്ന ഡിസ്ക്ലെയിമറാണ്. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള അപ്രൂവലായിട്ട് കണക്കാക്കാൻ പാടില്ല. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ പണം മുടക്കാൻ തയ്യാറാണ്. പണം മുടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അതിന്റെ കിഫ്ബിയുടെ റേറ്റിംഗ് അവർ പരിശോധിച്ചോണം. അത് വെച്ചുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കണം. അല്ലാതെ RBI അതിനുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള ഡിസ്ക്ലെയിമർ മാത്രമാണ്. എന്നാ മാത്യു കൊടുത്താണ് പറയട്ടെ, എവിടെ നിന്നാണ് അനുമതി വേണ്ടത്? ഒരു ഫെമ എന്നൊരു നിയമമില്ലേ? ആ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബോഡി കോർപ്പറേറ്റുകൾക്ക് ഇങ്ങനെ ഇതിന് വിദേശത്ത് നിന്ന് വായ്പ എടുക്കാം. പക്ഷെ അതിന് ഇന്ന നടപടിക്രമം വേണം. ആ നടപടിക്രമം അനുസരിച്ച് RBIക്ക് അപ്ലൈ ചെയ്തു, RBI NOC തരുന്നു. ഇനി ആ NOC തരുമ്പോൾ അത് തന്നെയാണ് അനുമതി. അതിൽ RBIയുടെ ഡിസ്ക്ലെയിമർ ഉണ്ട്. മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപ്രൂവലായിട്ട് ഇത് കരുതാൻ പാടില്ല. അത് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അവര് തെറ്റായിട്ടുള്ള തീരുമാനമെടുത്താൽ RBI ചൂണ്ടിക്കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേൽ കുതിര കയറണ്ട എന്ന് മാത്രമാണ് RBI പറയുന്നത്. ഇവിടെ ബോഡി കോർപ്പറേറ്റുകൾക്ക് ശരിയാണ് വായ്പ എടുക്കാം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ വായ്പ എടുത്ത നിരവധി കോർപ്പറേറ്റുകൾ ഉണ്ട്. പക്ഷെ അതിനെ നമ്മുടെ പരമാധികാരം അടിയറ വെക്കുന്നതിലാണ് ഇപ്പോൾ മാത്യു കുഴൽനാടനോ അല്ലെങ്കിൽ സ്വദേശി ജാഗരൺ മഞ്ചിനോ ഒക്കെ എതിർപ്പുള്ളത്. ഈ അടിയറൊന്നും ആരും വെക്കണില്ലെന്ന്. ഇതൊക്കെ ആരുണ്ടാക്കിയിട്ടുള്ള പ്രയോഗമാണ് സോവർനെറ്റ് അടിയർ വെക്കുന്നുള്ളത്. ഇങ്ങനെ വിദേശത്ത് നിന്നെടുത്ത വായ്പ കേരള സർക്കാരിന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കേരള സർക്കാരിന്റെ വായ്പയാണ്. ഒരു പൈസ പോലും കേരള സർക്കാരിന്റെ അക്കൗണ്ടിൽ വരില്ല. കിഫ്ബിയുടെ പണം ഒരു കാരണവശാലും ട്രഷറിയിലേക്കേ പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ അത് വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കേരള സർക്കാർ ഇതിന്റെ തിരിച്ചടവിന് വേണ്ടി പണം നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, മറ്റു വായ്പകളുടെയും അതാണ് ഒരു വാർഷിക ആന്വിറ്റി നൽകുന്നുണ്ട് എന്ന് കണ്ടുവച്ചാൽ മതി. അത് എത്രയോ ആന്വിറ്റി പ്രോഗ്രാമുകള് പദ്ധതികള് കേരളത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ ഉദാഹരണത്തിന് ദേശീയ ഗെയിംസിന്റെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം LNFSന്റെ ആന്വിറ്റി പ്രോഗ്രാമാണ്. അപ്പോ 200 300 കോടി രൂപക്ക് അല്ലെങ്കിൽ 400 500 കോടി രൂപക്ക് പണി കഴിച്ചിരിക്കുന്ന ആ സ്റ്റേഡിയം അതിനുള്ള ചെലവ് തുക 15 വർഷം കൊണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് സർക്കാർ കൊടുക്കുന്നു എന്ന് വെച്ച് ഈ 500 കോടി രൂപ ഈ വർഷം വായ്പയായിട്ട് ആരെങ്കിലും കരുതുമോ? കേരള സർക്കാരിന്റെ വായ്പയാണെന്ന് ആരെങ്കിലും പറയും? ഇപ്പോ അതുപോലെ കിഫ്ബിക്ക് കൃത്യമായിട്ട് എല്ലാ വർഷവും ഒരു ആന്വിറ്റി കേരള സർക്കാർ നൽകുന്നുണ്ട്. ആ ആന്വിറ്റിയുടെ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി വായ്പയെടുത്ത് ബഡ്ജറ്റിന് പുറത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ നിർമ്മിക്കുന്നു. അതൊരിക്കലും സംസ്ഥാന സർക്കാരിന്റെ വായ്പയായിട്ട് മാറുന്നില്ല. അങ്ങനെ സർക്കാരിന് കണ്ടിൻജന്റ് ലയബിലിറ്റീസ് ഉണ്ട്. കിഫ്ബി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ബാധ്യത കേരള സർക്കാരിന് വന്നു തരും. ആ കോണ്ടിൻജന്റ് ലയബിലിറ്റീസ് അതുണ്ട്. പക്ഷെ കോണ്ടിൻജന്റ് ലയബിലിറ്റീസ് എല്ലാം വായ്പ എടുക്കാൻ പാടുന്നുണ്ട്. കോണ്ടിൻജന്റ് ലയബിലിറ്റീസിന് വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ ബാധ്യതയാണ്, അതുകൊണ്ട് സർക്കാരിന്റെ വായ്പയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്യാരണ്ടി നിയമം തന്നെ എന്തിനാ? അത് വേറൊരു നിയമമാണെന്ന്. അത് ഇതൊട്ട് ആരും ബന്ധമില്ല. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഡോക്ടർ TM തോമസ് ഐസക്? താങ്കൾ ഇന്നിപ്പോ ഈ ED വാർത്ത വന്നപ്പോൾ മുതൽ ആലോചിക്കുന്നത് എന്താണ്? ഇനിയിപ്പോ കിഫ്ബിയുടെ ഫയൽ എന്ന ഭാണ്ഡക്കെട്ടും കൊണ്ട് താങ്കളും കിഫ്ബി CEOയും EDയുടെ ഓഫീസിൽ പോയി കാത്തുകെട്ടി കിടക്കാൻ പോവുകയാണോ? ഇത് തന്നെ ലക്ഷ്യം. ഞാൻ പോകില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇത് വന്നിവിടുന്ന് വരതാനാണ്. ഈ ഭരണത്തിന്റെ അവസാനത്തെ കാലത്ത് ഈ പ്രൊജക്ടുകളൊക്കെ ഊർജ്ജസ്വലമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരിക, ആ കണക്ക് നോക്കുക, ഈ കണക്ക് നോക്കുക, ആ പ്രൊജക്ട് എങ്ങനെയാണ് നടത്തിപ്പ്, ED ഇവിടെ നടന്നാൽ പോരാ, അവിടുത്തെ നടത്തിപ്പ് എന്താണ് നോക്കണം. ഇത്തരത്തിൽ ഭരണസ്തംഭനം ഉണ്ടാക്കാനുള്ള ബോധപൂർവമുള്ള പരിശ്രമമാണ് ED നടത്തുന്നത്. അതിനുള്ള നീക്കമാണുള്ളത്. അതിന്റെ തെളിവെന്താ? EDയുടെ വാട്സപ്പ് സന്ദേശം. ആ സന്ദേശത്തിൽ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അതിനൊന്നും നമുക്ക് തർക്കിക്കാനൊന്നും പറ്റത്തില്ല. ഒരു വിവരം അവർ ചെയ്ത കാര്യം പത്രങ്ങൾക്ക് കൊടുത്തു,
കൊടുക്കാൻ പാടില്ല എന്നൊന്നും നാട്ടിൽ നിയമമില്ല. പക്ഷെ സന്ദേശത്തിന്റെ അവസാനം എന്താണെന്നറിയോ? ഒരു കൊട്ടേഷനിലാണ്. മാധ്യമങ്ങൾ എന്ത് സ്ക്രോൾ ചെയ്യണം, എന്ത് തലക്കെട്ട് കൊടുക്കണം, അത് കൊട്ടേഷനിൽ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. കിഫ്ബി 2 ഇൻ ദി റാഡാർ ഓഫ് ED. ഇതൊരു ആർമാദിക്കലുന്നുണ്ടല്ലോ, പിടിച്ചടാ ഞങ്ങൾ കയറി എന്നുള്ളത്. ആ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ്. ഇതൊന്നും ഇങ്ങനെയൊന്നുമല്ല കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ പെരുമാറേണ്ടത്. അപ്പൊ അതിനൊക്കെ നിയമപരമായിട്ട് എങ്ങനെ ചെറുക്കാൻ പറ്റും? കോടതിയിൽ പോവാം, കോടതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്, കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2, നിയമസഭ, അവിടെ എന്ത് നടപടിയാവും? 3, നാട്ടിലെ ജനങ്ങൾ അണിനിരത്താന്ന്. ഈ ജനങ്ങൾ ഈ സർക്കാരിന്റെ കൂടെ ഉണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് അതിനനുകൂലമായ ഈ പ്രൊജക്ടുകളൊക്കെ വേണം എന്നും പറഞ്ഞ വിധി വന്നാൽ ഏത് ED കടന്ന് വെള്ളം വെച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ EDക്ക് എങ്ങനെയാണ് ഈ പരാതി കിട്ടിയത് എന്നൊരു സംശയം താങ്കൾ വാർത്താ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് പറയുന്നത് കേട്ടു. അങ്ങനെ ഈ വിഷയത്തിൽ EDയുടെ കൈകടത്തൽ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും പദ്ധതി പ്രകാരമാണോ? ED വന്നിരിക്കുന്നത് ഇപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഒന്ന് K-ഫോണാ. K-ഫോണില് കേരള സർക്കാരാണ് K-ഫോണിലുള്ള എല്ലാ പണവും നൽകുന്നത് കിഫ്ബി വഴി. വേറൊരു ഏജൻസിയും വരുന്നില്ല. ആർക്കാ പണം കൊടുക്കുന്നേ? കൊടുക്കുന്ന പണം മുഴുവൻ ഇന്ത്യയിലെ നവരത്ന കമ്പനിക്ക്. അവരാണ് പണം ചെലവഴിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനൊരു സംവിധാനത്തിൽ മണി ലോണ്ടർ ചെയ്യാൻ പറ്റുക? അതാണ് അന്വേഷണം. ഇത്തരത്തില് കേരളത്തിൽ നടപ്പാക്കുന്ന വമ്പൻ പ്രൊജക്ടുകളിലൊക്കെ തലയിടാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ലക്ഷ്യം വേറൊന്നുമല്ല, ഒന്നും കണ്ടുപിടിക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. കിഫ്ബിൽ എന്ത് ഇതുപോലെ സുതാര്യമായിട്ട് ഏതായാലും ഇന്നത്തെ CAGയുടെ ഒക്കെ എല്ലാം മുകളിൽ നാട്ടിൽ അംഗീകാരമുള്ള വിനോദ് റായ് സാറെ പോലുള്ളവര് സർട്ടിഫൈ ചെയ്യുന്ന വാർഷിക റിപ്പോർട്ടല്ലേ നിയമസഭയിൽ വെക്കുന്നത്. അവർക്കൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ വേണമെങ്കിൽ പരിശോധിക്കാമെന്നുള്ളത്. ഏത് ഘട്ടത്തിൽ എന്ത് സംഭവവാസം ഉണ്ടെങ്കിലും അവർ ചോദിച്ചാൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ എന്ത് കണ്ടുപിടിക്കാനാണ്? അവിടെ വന്ന് ശല്യം ഉണ്ടാക്കാം. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് നിയമപരമായിട്ടൊക്കെ ഞങ്ങൾ നോക്കും. ഈ VD സതീശൻ പറഞ്ഞത് CAGയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ EDക്ക് അന്വേഷണം നടത്താനൊന്നുമുള്ള അധികാരമില്ല എന്നുള്ളതാണ്. നോക്കൂ, UDFന്റെ കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്ന താങ്കൾ ഈ കാര്യത്തിൽ മുന്നണിയിൽ നിന്ന് ഗവൺമെന്റിനെ എതിർക്കുന്ന VD സതീശന്റെ അഭിപ്രായത്തെ കാണേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, EDക്ക് CNAGയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണവും നടത്താൻ കഴിയില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ വളരെ നല്ലത്. പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് CAGയുടെ ഇപ്പൊ അവർക്ക് അന്വേഷണത്തിന് പോകാൻ പറ്റൂല, അല്ലാതെ. കാരണം കോടതി കേസിരിക്കുകയാണ്. പിന്നെ ഇവരെങ്ങനെ ചാർജ് ചെയ്യണത്? കോടതിയുടെ പരിഗണന വിഷയത്തിൽ ഇവരെങ്ങനെ തീർപ്പുണ്ടാക്കണമെന്ന് കോടതി തീരുമാനം എടുക്കട്ടെ. അല്ലാതെ ഇവര് സ്റ്റാറ്റസ് കോ അന്വേഷണത്തിന് പോകണം എങ്ങനെയാ? അപ്പൊ അതിന് ഈ വാട്സപ്പ് മെസ്സേജിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് CNAG റിപ്പോർട്ടിൽ ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈസ് ഇറ്റ് നോട്ട് പോസിബിൾ വയലേഷൻ ഓഫ് FEMA? കിഫ്ബി കൂടി EDയുടെ വലയത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവര് CD സതീശൻ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി, എടുക്കാൻ പറ്റില്ല. പക്ഷേ EDയുടെ മെസ്സേജാണ് ഞാൻ വായിച്ചത്. ആരും ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. റിപ്പോർട്ടിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് കാലത്ത് എന്നെ വന്ന് കണ്ട പത്രലേഖകര് വളരെ കൃത്യമായിട്ട് ഈ മെസ്സേജ് വെച്ചിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്റെ ഈ മെസ്സേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ CNAGയുടെ അടിസ്ഥാനത്തിലാണോ അല്ലേന്നൊക്കെ ഉറപ്പിച്ച് പറയാനുള്ള മറുപടിയാണ്. ഉച്ചയായപ്പോഴാണ് ഒരു സുഹൃത്ത് അയച്ചു തരുന്നത്, ഇതാണ് EDന്ന് വന്ന സന്ദേശം. ശരി, ഈ നിയമസഭയ്ക്ക് നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. താങ്കൾ എന്ത് റിപ്പോർട്ടാണ് കൊടുക്കാൻ പോകുന്നത്? എന്ത് മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത്? അവസാനം അത് ഞാൻ പറയുന്നത്
ശരിയാവില്ലല്ലോ. നിയമസഭയ്ക്ക് ഞാൻ മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ സ്പീക്കർ വന്നാൽ സ്പീക്കർക്ക് അത് നൽകും. അത് നമ്മളിപ്പോൾ എൻ്റെ മറുപടി പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ശരിയായിരിക്കില്ലല്ലോ. പക്ഷെ ഇന്നിപ്പോൾ ഈ കാണുന്നതെല്ലാം നിശ്ചയമായിട്ടും കാണിക്കുന്നത് എന്താണ്? കേരളത്തിൽ അസാധാരണമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ചിലർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താ പറയേണ്ടത്? ഒരു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു 50,000 കോടി രൂപയുടെ അനുവാദം നൽകിയ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഒരു സ്തംഭനത്തിലേക്ക് കൊണ്ടുചേരുന്നത് ചെറിയ കാര്യമാണ്. എത്ര ലക്ഷം ജനങ്ങളുടെ പ്രതീക്ഷകളൊക്കെയാണ് തകർക്കപ്പെടുന്നത്. അപ്പോ അത്തരത്തിലുള്ളൊരു നീക്കം ഈ കിഫ്ബിയാകെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് അത് വളരെ അസാധാരണമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് നിശ്ചയമായിട്ടും അസാധാരണ സാഹചര്യങ്ങൾ, അസാധാരണ നടപടികൾ അനിവാര്യമാക്കി മാറ്റുന്നുണ്ട്. ഏതായാലും ഞാനത് വളരെ വിശദമായിട്ട് സ്പീക്കർക്ക് അതിനുള്ള ഒരു പ്രതികരണം നൽകും. സ്പീക്കർ അനന്തര നടപടി എന്ത് എന്ന് സ്പീക്കർ തന്നെ തീരുമാനിക്കട്ടെ. ശരി, വളരെ നന്ദി. വി ഡി സതീശൻ, PAC ചെയർമാൻ. ശ്രീ വി ഡി സതീശൻ, നോക്കൂ, CAG റിപ്പോർട്ട് ഇതിനകം നിയമസഭയിൽ എത്തിയിട്ടില്ല. അതിൻ്റെ അവകാശ ലംഘനവുമായി ഇപ്പോൾ തോമസ് ഐസക്ക് മറുപടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ED ഇപ്പോഴൊരു കേസെടുക്കുക എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഐസക്കിനോട് ചോദിച്ചു, വി ഡി സതീശൻ്റെ അഭിപ്രായമാണ് അതിൻ്റെ ശരിയായ അഭിപ്രായം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ വി ഡി സതീശൻ, ഇക്കാര്യത്തിൽ UDF-ന്റെ ഒരു ഏകോപിതമായ അഭിപ്രായം ഉണ്ടോ? ആ അഭിപ്രായം എന്താണ്? അല്ല, അതെനിക്കറിയില്ല. അത് UDF നേതൃത്വത്തോട് തന്നെ ചോദിക്കണം. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പുറത്തു വരാത്ത പബ്ലിക് ഡോക്യുമെന്റ് ആകാത്ത ഒരു ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ CAG റിപ്പോർട്ട് എന്ന് പറയുന്നത്. ധനകാര്യമന്ത്രി എല്ലാ ഭരണഘടനാ മര്യാദകളെയും എല്ലാം ലംഘിച്ചുകൊണ്ട്, നടപടിക്രമങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ധനകാര്യ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും ആ CAG റിപ്പോർട്ട് ചോർത്തിയെടുത്ത് പത്രസമ്മേളനം നടത്തി. അതിനെതിരായിട്ടാണ് ഞാൻ അവകാശ ലംഘനത്തിന് അദ്ദേഹത്തിനെതിരായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഫെബ്രുവരിയിലാണ് നോർമൽ കേസിൽ ഇത് അസംബ്ലിയുടെ ടേബിളിൽ വയ്ക്കേണ്ടത്. ഞങ്ങളുടെ നിലപാട്, അസംബ്ലിയുടെ ടേബിളിൽ വയ്ക്കുമ്പോൾ മാത്രമാണ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നത്. പബ്ലിക് ഡോക്യുമെന്റ് ആകാത്ത ഒരു കാര്യത്തെക്കുറിച്ച് CAG റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ധനകാര്യമന്ത്രി ചോർത്തിക്കൊടുത്തിയ പത്രസമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറ്റ് രണ്ട് കാര്യങ്ങളിലൂടെ കേസെടുക്കാം. ഒന്ന്, ഒരു പരാതിയുടെ പുറത്ത് ഒരു പരാതി, അതായത് കിഫ്ബി ഇങ്ങനെ ഭരണഘടന ലംഘിച്ചുകൊണ്ട് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ലോൺ എടുത്തിരിക്കുന്നു എന്ന ഒരു പരാതി, വ്യക്തിപരമായ ആരെങ്കിലും കൊടുക്കുന്ന ഒരു പരാതിയുടെ പുറത്ത് EDക്ക് കേസെടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ തന്നെ സ്യുവോ മോട്ടോ ആയിട്ട് സ്വയം EDക്ക് ഈ കാര്യത്തിൽ കേസെടുക്കുക. ഇത് ഈ മൂന്ന് കാര്യങ്ങളുടെ പുറത്തും കേസെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ എന്റെ നിലപാട്, പബ്ലിക് ഡോക്യുമെന്റ് അല്ലാത്തൊരു കാരണത്തിന്റെ പുറത്ത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാതെ തന്നെ ഈ വിഷയം ഒരു പൊതുജന ശ്രദ്ധയിലുള്ള ഒരു വിഷയമാണ്. ആ ശ്രദ്ധയുടെ അടിസ്ഥാനത്തിൽ സ്യുവോ മോട്ടോ ആയിട്ട് EDക്ക് കേസെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് വായിച്ച മെസ്സേജിൽ കൃത്യമായി പറയുന്നത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ്. നോക്കൂ, PAC ആണ് ഈ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ടത്. അങ്ങനെ PAC നടപടി എടുക്കുന്നതിന് മുമ്പ് ഭരണഘടനാപരമായ ബാധ്യത PACക്ക് ഉള്ളപ്പോൾ ED അക്കാര്യത്തിൽ കയറി ഇടപെടുന്നത് അവകാശ ലംഘനമായി മാറുന്നില്ലേ? അല്ല, നമ്മൾ ഇത് ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു നടപടിക്രമം മാത്രമാണ്. ഇപ്പൊ ഗവൺമെന്റിന് ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്ത ഉടനെ തന്നെ വേണമെങ്കിൽ സർക്കാരിനൊരു അന്വേഷണം വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. സർക്കാർ ഇപ്പോൾ വിഴിഞ്ഞം റിപ്പോർട്ട് വന്നപ്പോൾ വിഴിഞ്ഞം റിപ്പോർട്ട് PAC പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതായത് PACയുടെ പ്രൊസീജിയർ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രൊസീജിയർ, അതിന് സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണം സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. വിഴിഞ്ഞത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CN രാമേന്ദ്രൻ നായരെ അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, വിഴിഞ്ഞം കമ്മീഷനെ വെച്ച് പിണറായി ഗവൺമെന്റ് ഇട്ടു. അതുകൊണ്ട് PACയുടെ പ്രൊസീജിയർ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. PACയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ ഒരു പ്രൊസീജിയറാണ്. അസംബ്ലിയുടെ പ്രൊസീജിയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതിന് സമാന്തരമായി കേസെടുക്കുന്നതിൽ തെറ്റില്ല. എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ്,
വെക്കാത്ത ഒരു ഡോക്യുമെന്റിന്റെ പുറത്ത് എവിടെ നിന്നാണ് ഇ ഡിക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയത്? വെക്കാത്ത ഒരു റിപ്പോർട്ടിന്റെ. ഞാൻ പറഞ്ഞു, ധനകാര്യമന്ത്രി, ധനകാര്യ സെക്രട്ടറി, AG ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ, ധനകാര്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, കാരണം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെതിരായിട്ട്, CAG റിപ്പോർട്ടിനെതിരെ. ഇത്രയും പേരെ ഇത് വായിച്ചിട്ടുള്ളൂ, വേറെ ആരും വായിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളാരും വായിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ധനകാര്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നാണ് അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ സതീശൻ, ഇന്ന് താങ്കൾ ഐസക്കിന്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നത് ഐസക്ക് മറ്റൊരു കാര്യം കൂടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. RBIക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് വ്യംഗ്യമായി CAG റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഐസക്ക് പറയുന്നത് അത് ശരിയുമാണ്. RBIക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ CNDG നടത്തിയതായി ഐസക്ക് ഒരിക്കലും വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ ഐസക്ക് എഴുതിയ ലേഖനങ്ങളിലോ പറയുന്നില്ല. പക്ഷേ ഇവിടെ EDയുടെ വിശകലനത്തിൽ RBIക്ക് തെറ്റുപറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഐസക്ക് പറഞ്ഞതിൽ നിന്നല്ല ഈ CNDGയിലെ ഉള്ളടക്കം ED മനസ്സിലാക്കിയിരിക്കുന്നത്. വേറെ എവിടെ നിന്നോ EDക്ക് ഈ CNDG റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് EDയും CNDGയും തമ്മിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ്. അതൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം CNDGക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഒരു വയലേഷനും അവർ നടത്തിയിട്ടില്ല. അത് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത്, എന്നേക്കാൾ മുമ്പ് 5 കൊല്ലം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന തോമസ് ഐസക്കിനാണ്. അദ്ദേഹത്തിന് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദമാണ്. ഡൽഹിയിൽ കൊണ്ടുപോയി ഇതിന്റെ 4 പേജ് എഴുതി ചേർത്തു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിന്റെ പേര് CNDG റിപ്പോർട്ട് എന്നാണ്. അതായത് ഡൽഹിയിൽ ഇരിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഇതിന്റെ 3 കോപ്പിയിൽ സൈൻ ചെയ്യുന്നത്. അതിന്റെ ഹൈറാർക്കിയാണ്, CNDGയുടെ ഹൈറാർക്കിയാണ്. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഇരിക്കുന്ന അക്കൗണ്ടന്റ് ജനറൽ, തിരുവനന്തപുരത്ത് ഇരിക്കുന്ന അദ്ദേഹം. അപ്പൊ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന അക്കൗണ്ടന്റ് ജനറൽ തന്നെ തയ്യാറാക്കണം, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കണമെന്നില്ല. ഇപ്പൊ സർക്കാരിന്റെ ഒരു ഓർഡർ, ഒരു ഉത്തരവ് പുറത്തിറങ്ങിയാൽ അത് ഗവൺമെന്റ് സെക്രട്ടറിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം, പൂർണ്ണമായ ഉത്തരവാദിത്തം. ചിലപ്പോൾ അത് തയ്യാറാക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോയിന്റ് സെക്രട്ടറി അതിന്റെ അകത്ത് ഇന്റർവ്യൂ ചെയ്യാം. സെക്രട്ടറി തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സന്ദർഭങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അണ്ടർ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സെക്രട്ടറി ഇൻവോൾവ് ചെയ്തു എന്ന് പറയുന്നത് പോലെ ബാലിശമാണ് CNDG ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തു എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലെ കണ്ടന്റ് മാത്രം മതി. എപ്പോൾ ഏത് സമയത്ത് ഇടപെടണമെന്നും ഏത് സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റിന് വിശദീകരണം നൽകണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം CNDGക്ക് ഉണ്ട്. CNDGയുടെ നടപടിക്രമങ്ങളിലോ ഭരണഘടനാപരമായ നടപടിക്രമങ്ങളിലോ ഒരു തരത്തിൽ അവർ വെള്ളം ചേർത്തില്ല. അതാണ് അവരുടെ പ്രൊസീജിയറുകളാണ്. ഞാൻ അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അത് ഐസക്ക് ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. അത് ലീക്ക് ചെയ്ത് പത്രസമ്മേളനം നടത്തുക, എന്നിട്ട് ഈ പക്ഷേ സതീശൻ, ഐസക്ക് പറയുന്നത് ഈ 4 പേജിൽ ഞാൻ പറയാത്ത കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ED മുന്നോട്ട് നീങ്ങുന്നത്. ഈ വിവരം EDക്ക് എങ്ങനെ കിട്ടി എന്നാണ്. പിന്നെ ഐസക്ക് കൂട്ടിച്ചേർക്കുന്ന വേറൊരു കാര്യമുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ ഒന്ന് പ്രതിസന്ധിയിലാക്കാൻ ED തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. CNDG റിപ്പോർട്ട് താങ്കൾ നേരത്തെ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ PSC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇനി ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആകാൻ എന്തായാലും ഫെബ്രുവരി എങ്കിലും കഴിയണം. ഫെബ്രുവരി കഴിയുന്നത് വരെ കാത്തു നിൽക്കാൻ EDക്കും CNDGക്കും സാധ്യമല്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് അവർക്ക് കാര്യങ്ങൾ നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എന്താ ചെയ്യുന്നത്? കോടതി നടപടികൾ, അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആയാൽ മാത്രമേ കോടതി ഇത് എടുക്കുകയുള്ളൂ. അപ്പോൾ കോടതി നടപടികൾ വൈകിയാലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ CNDGയെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ ED വഴി ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഐസക്ക് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ 2 വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. അല്ല, ഐസക്കിന് അറിയാവുന്ന രഹസ്യങ്ങൾ ഇത് ചോർത്തിയെടുത്തുണ്ടാക്കിയിരിക്കുന്ന രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഐസക്ക് സംസാരിക്കുന്നത് ഒരു ആധികാരികതയില്ലാതെയാണ്. അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പിന്നെ ആർട്ടിക്കിൾ 293(1) ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ള ഞങ്ങളുടെ ആക്ഷേപം, ഞങ്ങൾ ഈ ബില്ല് നിയമസഭയിൽ വന്നപ്പോൾ മുതൽ ലീഗൽ ഒബ്ജക്ഷനായി ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ഇപ്പൊ CNDG റിപ്പോർട്ടിൽ വന്നിരിക്കുകയോ ഹൈക്കോടതിയിലെ കേസിൽ വന്നിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ഈ CNDGയുടെ ഒബ്സർവേഷനിലുണ്ട്, നിരീക്ഷണത്തിലുണ്ട്, ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. ഐസക്ക് അവതരിപ്പിക്കുന്ന ഇതൊരു പുതിയ കാര്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ NOC കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഐസക്കിന്റെ പ്രതിരോധമാണ്. വിദേശത്ത് നിന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അത് റിസർവ് ബാങ്ക് പരിശോധിക്കുന്ന, അത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി,
അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി റിസർവ് ബാങ്ക് പരിശോധിക്കുന്നില്ല. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പരിശോധിക്കാനുള്ള പൂർണ്ണമായ അധികാരം സിയാൻഡേജിക്കുണ്ട്. ഐസക് ഉദ്ദേശിക്കുന്നത് പോലെ ഇത് ഈ കിഫ്ബിയിൽ നടത്തിയ ഓഡിറ്റ് എൻക്വയറിയുടെ ഭാഗമായിട്ടല്ല അവര് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ ധനകാര്യ ഇടപാടുകൾ, ട്രഷറിയിലെ വരവും ചെലവും, ബജറ്റിലെ അലോക്കേഷൻസ്, ഇതെല്ലാം എല്ലാ സിയാൻഡേജി റിപ്പോർട്ടിലും അവർ താരതമ്യം ചെയ്ത് ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ആണ്. ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ കുറിച്ചുള്ള ഒരു ചിത്രം കൊടുക്കും. ഞാൻ അറിഞ്ഞിട്ടുള്ളത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഐസക്കിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് ഇത് ഓഡിറ്റ് ക്വറിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതല്ല. 14(1) അനുസരിച്ച് കിഫ്ബി ഓഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് അല്ല ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. അതായത് ഇങ്ങനെ അതായത് സംസ്ഥാനത്തിന്റെ കടബാധ്യതകളും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും എല്ലാം പരിശോധിച്ചപ്പോൾ ഈ നമ്മുടെ ധനക്കമ്മി 3% കൂടാൻ പാടില്ല എന്നത് ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പ്രത്യേക ബോഡി ഉണ്ടാക്കി വിദേശത്ത് നിന്നും നിയമം ലംഘിച്ച്, ഭരണഘടന ലംഘിച്ച് കടം വാങ്ങിച്ചിരിക്കുന്നത് തെറ്റാണ് എന്നൊരു വിമർശനമാണ് സിയാൻഡേജി നടത്തിയിരിക്കുന്നത്. അത് റിസർവ് ബാങ്കിന് തെറ്റുപറ്റിയാൽ പോലും അത് തിരുത്താനുള്ള അധികാരം സിയാൻഡേജിക്കുണ്ട്. റിസർവ് ബാങ്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അല്ല. റിസർവ് ബാങ്ക് പാർലമെന്റ് പാസാക്കിയ പ്രത്യേക നിയമത്തിലുണ്ടാക്കിയ റിസർവ് ബാങ്ക് ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. റിസർവ് ബാങ്കിനെ തിരുത്താൻ പോലുള്ള അധികാരം സിയാൻഡേജിക്കുണ്ട്. അതൊക്കെ ഐസക്ക് നന്നായിട്ട് അറിയാം. ഐസക്ക് അറിയാതെ പറയുന്നതല്ല. അതുകൊണ്ട് റിസർവ് ബാങ്ക് ഒരു തെറ്റായിട്ടുള്ള കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള പൂർണ്ണമായ അധികാരമുള്ള ഒരു ബോഡിയാണ് സിയാൻഡേജി. അല്ല, ഇക്കാര്യത്തിൽ ശിവടി സതീശൻ, UDFന്റെ നിലപാട് എന്താണ്? ഇപ്പോൾ മസാല ബോണ്ടിലൂടെ നമ്മൾ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നത് നിങ്ങളടക്കം കൈപൊക്കി അംഗീകരിച്ച ഒരു നിയമമല്ലേ? ആ നിയമത്തിൽ മസാല ബോണ്ട് ഉണ്ടല്ലോ. അങ്ങനെ ഒരു നിയമത്തെ നിങ്ങൾ തന്നെ ഇപ്പൊ തള്ളി പറയുകയാണോ? അല്ല, ആ നിയമത്തിന്റെ എല്ലാ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ അസംബ്ലിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ നിയമപരമായി കൊണ്ടുവന്ന ഒബ്ജക്ഷൻസ് ഗവൺമെന്റ് തള്ളിക്കളയാണ് ചെയ്തത്. നിയമപരമായി കൊണ്ടുവന്ന് ഇത് നിലനിൽക്കില്ലെന്നും ആർട്ടിക്കിൾ 293(1) അനുസരിച്ചിട്ട് ഒരു വിദേശ രാജ്യത്തിൽ നിന്ന് ലോൺ എടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നും ഞങ്ങൾ നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചറിയാം. അല്ല, ഭേദഗതി കൊണ്ടുവന്നാൽ പോലും അന്തിമമായി നിങ്ങളെല്ലാം കൈപൊക്കി നിങ്ങളുടെ കൂടി അംഗീകാരത്തോടു കൂടി നടപ്പാക്കിയ നിയമമല്ലേ ഇത്? അല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ എതിർപ്പോടു കൂടിയാണ്. ആ എതിർപ്പ് അതിന്റെ വിശദമായ ചർച്ചയ്ക്കിടയിൽ ഞങ്ങൾ ഭേദഗതികൾ നൽകിയും ലീഗൽ ഒബ്ജക്ഷൻസ് കൊടുത്തും ഞങ്ങൾക്ക് അതിനോടുള്ള ശക്തമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മസാല ബോണ്ട് വാങ്ങിച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ സഭയിൽ അഡ്ജോൺമെന്റ് മോഷൻ കൊണ്ടുവന്ന് അതിന് നോട്ടീസ് കൊടുത്ത് മസാല ബോണ്ട് വാങ്ങിച്ചതിലെ ക്രമക്കേടുകൾ, അതിലെ നിയമലംഘനം, അതിന്റെ അകത്ത് ഭരണഘടനാ ലംഘനം, അതിന്റെ അകത്ത് ഉയർന്ന പൈസയ്ക്ക് പണം വാങ്ങിച്ചതിന്റെ സാങ്കത്യം, ഇതെല്ലാം ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും മാത്രമല്ല, ഞങ്ങൾ 2019 ഡിസംബർ മാസത്തിൽ UDF പുറത്തിറക്കിയ, ഞാൻ കൺവീനർ ആയിട്ടുള്ള കമ്മിറ്റി പുറത്തിറക്കിയ ധവളപത്രമുണ്ട്, വൈറ്റ് പേപ്പർ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ കുറിച്ച്. അതിൽ ഈ കിഫ്ബിയെ കുറിച്ചൊരു ചാപ്റ്റർ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ വിശദമായി ഈ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഐസക് ഇതൊക്കെ പുതിയതായിട്ട് അങ്ങ് പറയാണ്. പെട്ടെന്ന് വന്നിട്ട് സിയാൻഡേജി കണ്ടുപിടിച്ചാണ്. ഇത് സിയാൻഡേജി ഒന്നും കണ്ടുപിടിച്ചതല്ല. ഇത് സാമാന്യ യുക്തിയുള്ള, നിയമബോധമുള്ള, കോമൺ സെൻസ് ഉള്ള ആർക്കും കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. ഇത് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ള നിഗമനത്തിലെത്തിയ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദയവായി തുടരുക. താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, അതാ ഇന്നിപ്പോൾ ഐസക് ഈ പൊക്കി കാണിക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് സിയാൻഡേജി ഹാസ് ഫൗണ്ട് ദാറ്റ് ദ കേരള ഗവൺമെന്റ് ഹാസ് റേസ്ഡ് ₹2,150 crore ഫ്രം international market without the consent of the center using Kerala KIFBI. Would that amount to a possible violation of FEMA? എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഒരു ക്യാപ്ഷൻ ഇടുകയാണ്. കിഫ്ബി മസാല ബോണ്ട് 2 ഹാസ് കം അണ്ടർ ED റഡാർ എന്നാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റിൽ ഇടണമെന്നും ഇതാണ് വാർത്തയെന്നും ED മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു എന്നാണ് ഡോക്ടർ TM തോമസ് ഐസക് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു നടപടി എടുക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അത് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ലളിതമല്ല എന്നും, എന്താണ് മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻ ആകേണ്ടത് എന്ന് ED എന്ന അന്വേഷണ ഏജൻസി തന്നെ നിഷ്കർഷിക്കുന്നു എന്നുമാണ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാർ അവരുടെ അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് ഇറക്കിവിട്ടത്? ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ?
നികേഷേ, ഒന്ന് ഞാനൊരു നിയമജ്ഞനല്ല, രണ്ടാമത്തത് ഞാനൊരു സാമ്പത്തിക വിദഗ്ധനുമല്ല, ഞാനൊരു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൊതു പൗരൻ മാത്രമാണ്, ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് ഇഡിയുടെ വക്കാലത്ത് എന്തായാലും ഏറ്റെടുക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ അർത്ഥത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പൊളിറ്റിക്സ് ആണ്. പക്ഷേ പൊളിറ്റിക്സ് മാത്രമല്ല, ഒരു പൗരന്റെ ഒരു സംശയങ്ങളും ഇതിനകത്തുണ്ട് നികേഷ്. ഇപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കിയത് കേരളം പോലുള്ള ഒരു സംസ്ഥാനം വരുമാനത്തിന്റെ ബഹുഭൂരിപക്ഷവും പണ്ട് സർക്കാരുകൾ ജനങ്ങളുടെ പേരിൽ വാങ്ങിയ പലിശയും അതിന്റെ പലിശയും തിരിച്ചടയ്ക്കുകയും വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തില് ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ചില ചെപ്പടി വിദ്യകളിലൂടെ സംസ്ഥാനത്ത് നിലവിലുള്ള ഒരു നിയമ സംവിധാനത്തെ മറികടക്കാൻ വേണ്ടി കാണിച്ച ചില ചെപ്പടി വിദ്യകളെ കുറിച്ചുള്ള ആക്ഷേപം ഞാൻ മനസ്സിലാക്കുന്നത് 2-2.5 മാസം മുമ്പ് പാർലമെന്റിൽ തന്നെ ചോദ്യാവലിയായി വന്നു. കിഫ്ബിയിൽ നിന്നും പണം പിൻവലിച്ച് ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതും അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ഒക്കെ നമ്മുടെ മുമ്പാകെ ഉണ്ടായി. ഇപ്പോ നമ്മൾക്ക് മനസ്സിലാക്കിയിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇഡി ഒരു നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. കേരളത്തിന്റെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചില നേരത്തെ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ച ചില പദ്ധതികളിൽ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ വന്ന ഈ ഏജൻസി കണ്ടെത്തുന്നത് അതിന്റെ ഇടനിലക്കാരും അതിന്റെ ഒത്താശക്കാരുടെയും നേതൃത്വത്തിലുള്ള ചില പദ്ധതികളുടെ പ്രവർത്തനങ്ങളിലേക്ക് അവരുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചില വെളിച്ചം വീശിയിരിക്കുന്നു. അതിനെക്കുറിച്ചും നേരത്തെ അന്വേഷണ വിഷയങ്ങളെ കുറിച്ചും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ? തോമസ് ഐസക് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നൊരു അവകാശവാദമുണ്ട്. അതല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതെന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് RBI അന്വേഷിച്ചിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്തുമ്പോൾ ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഒരുതരം വെപ്രാളം ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഒരു വ്യംഗ്യാർത്ഥത്തിൽ ഭയക്കേണ്ടതില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോ ഇന്ന് തന്നെ 2 വാർത്താ സമ്മേളനമാണ് തോമസ് ഐസക് നടത്തിയത്. രാവിലെ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഉടനൊരു വാർത്താ സമ്മേളനം, ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല തോമസ് ഐസക്. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് എന്തോ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ച് വേറൊരു വാർത്താ സമ്മേളനം. വെപ്രാളം ഉണ്ടോ ശ്രീ അനന്തരവട്ടം ആനന്ദൻ? നിങ്ങൾ ധൈര്യം കാണിക്കുന്നേ ഉള്ളൂ തോന്നുന്നു. ഉൾക്കിടലം ഉണ്ടോ അകത്ത്? അത് കേരളത്തിലെ ജനങ്ങളുടെയും കേരളത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിന് അതിൻ്റെ സാരഥിയായി പ്രവർത്തിക്കുന്ന ധനമന്ത്രിക്കും മറ്റും ഈ ഇഡിയും അതുപോലെ തന്നെ CAG കേന്ദ്ര ഏജൻസികളും കാണിക്കുന്ന ഒരു താല്പര്യമുണ്ടല്ലോ. അവര് ഏൽപ്പിച്ച ജോലി ചെയ്യാനല്ല അവർ പരിശ്രമിക്കുന്നത്, മറിച്ച് ഈ കേരളത്തിന്റെ വികസനത്തെ തടയാൻ, കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികൾ എടുക്കുമ്പോൾ അപ്പ പ്രതികരിക്കണ്ടേ? അത് ഇഡി വരുന്നതിനുള്ള ഭയപ്പാടിലല്ല. മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധത്തിൽ ഇവിടെ സ്വർണ്ണക്കടത്ത് പിടിക്കാൻ വന്ന ആളുകൾ അതിനെ തുടർന്നവർ പറയാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പഴയ വേറെയും ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേര് പറഞ്ഞ് K-ഫോണിനായാലും ശരി, ലൈഫായാലും ശരി, ഇപ്പോൾ കിഫ്ബി ആയാലും ഇതിലെല്ലാം ഇടപെട്ട് അതിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ കേരളത്തിലെ സ്ഥിതി എന്താവും? അത് ജനങ്ങളെ അറിയിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയില്ലേ? നിർവഹിക്കേണ്ട കടമ നിർവഹിക്കാതെ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ചട്ടുകമാകാമോ? അതാണ് ഡോക്ടർ തോമസ് ഐസക് ഇക്കാര്യത്തിൽ ഇഡിക്ക് എന്ത് കാര്യമാണ് മാധ്യമങ്ങൾക്ക് ഹെഡിങ് കൊടുക്കണം, ഇന്ന തരത്തിൽ വാർത്ത കൊടുക്കണമെന്ന് പറയാനുള്ള അവകാശം എന്താ ലക്ഷ്യം? ചെറിയ കാര്യമാണോ അത്? മിണ്ടാത്തിരുന്ന് 6 മാസം കഴിഞ്ഞിട്ട് ഐസക് പ്രതികരിച്ചാൽ മതിയോ? ഇത് ലഭ്യമായാൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തണ്ടേ? ഇഡിയാണോ പത്രങ്ങളുടെ തലക്കെട്ട് കൊടുക്കുന്ന? മറ്റു കേസുകളെ കുറിച്ചും അന്വേഷിക്കുമ്പോൾ ഇഡിക്ക് പത്രക്കുറിപ്പ് ഇറക്കാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾ പത്രക്കാരുടെ പറയേണ്ടത് നിങ്ങൾ ഇന്ന് തലക്കെട്ട് കൊടുക്കണം. നിങ്ങൾ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇഡി എന്താ ഇതിൽ ഇടപെടാനുള്ളത്? ഇഡിനകത്ത് ഇടപെടുന്ന എന്താ കാര്യമുള്ളത്? നിയമവിരുദ്ധമാണോ ഭരണഘടനാ വിരുദ്ധമാണോ? ആദ്യത്തെ കോടതിയോ സുപ്രീം കോടതിയോ ആരെങ്കിലും പറയട്ടെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്? ശരി ശരി ശ്രീ അനന്തരവട്ടം ആനന്ദൻ, താങ്കളുടെ മെസ്സേജ് ക്ലിയർ ആണ്. രഞ്ജിത്ത് കാർത്തികേയൻ,
ജാഗരൺ മഞ്ചിന്റെ നേതാവ് അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഇന്ന് താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ശ്രീ തോമസ് ഐസക് എന്താണ് പറഞ്ഞത് ഇക്കാര്യത്തിലൊരു ED അന്വേഷണം വന്നപ്പോൾ എന്ന്. എന്താണ് താങ്കളുടെ പ്രാഥമിക വാദം? എനിക്ക് വാദമായിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ എനിക്ക് എന്താണെന്നല്ലാതെ ഞാൻ പിന്നെ ശരിക്കും കേട്ടിട്ടില്ല, മുഴുവൻ കേട്ടിട്ടില്ല. ഇല്ല. അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് NOC തന്നെയാണ്. 2018 ജൂൺ 1-ാം തീയതി നൽകിയ NOC തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. നിങ്ങളൊക്കെ അന്ന് തർക്കിച്ച വിഷയമാണല്ലോ അത്. അതെ, തർക്കത്തിന്റെ അല്ല. ഇതിനകത്തുള്ളൊരു കാര്യം വളരെ സിമ്പിൾ അല്ലേ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു എൻക്വയറി നടത്തി എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നു ഇതിനകത്ത് CNDGയുടെ റിപ്പോർട്ടിന്റെ ബേസിസിലാണെന്ന്. ഇതിനൊക്കെ ഒരു റിട്ടോർട്ട് എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ട് അന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ, അതായത് എനിക്ക് ഒരു ലീഗൽ ഇഷ്യൂ ക്ലാരിറ്റി വേണം. അതിനകത്ത് റീസൺസ് ഉണ്ട്. ഒരുപാട് പലിശ കൂടുതൽ കൊടുത്ത ഒരു പണം വെളിയിൽ നിന്ന് വാങ്ങിച്ചു, അതിനുള്ള റൈറ്റ് ഇല്ല. CNDGക്ക് കോംപ്രിഹെൻസീവ് ഓഡിറ്റിനുള്ള നിർദ്ദേശം കൊടുക്കണം. ഇത് മാത്രമേ ഉള്ളൂ എന്റെ ഹർജിക്കകത്ത്. അല്ല ഐസക്, അന്നും ഇപ്പോ കൂട്ടിച്ചേർക്കുന്നതുമായിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ. ഒന്ന്, സ്വദേശി ജാഗരൺ മഞ്ചിന്റെ ഹർജി വരുന്നു. താങ്കൾ പറയും അപ്പോൾ ഫെബ്രുവരിയിലെ ഞങ്ങൾ കൊടുത്തതാണ്, പിന്നീട് കോടതിയുടെ അനുമതിയോടുകൂടി പിൻവലിച്ചതാണ്, ഇപ്പോൾ അത് ലൈവായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഐസക്കിൻ്റെ നോട്ടത്തിൽ സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ ഹർജി വരുന്നു. അതേ സമയത്ത് തന്നെ CNDG ഡൽഹിയിൽ നിന്ന് ഇത് കൂട്ടിച്ചേർക്കുന്നു, 4 പേജ് കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഈ PAC പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഫെബ്രുവരിയും മാർച്ചും ഒക്കെ ആകുന്നുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിലായി മാറും അത്. പിന്നെ കോടതിക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞേക്കില്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ EDയെ കേന്ദ്ര സർക്കാർ വിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഒന്നിച്ചു വരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വലിയ അത്ഭുതമാണ് ഐസക് പ്രകടിപ്പിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് അത്ഭുതപ്പെടേണ്ടി വരും. കാരണം ഒന്ന്, സ്വദേശി ജാഗരൺ മഞ്ച് അല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് രഞ്ജിത്ത് കാർത്തികൻ എന്ന് പറയുന്ന ചാർട്ട് അക്കൗണ്ടന്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്. അപ്പം നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രസന്ററും നികേഷ് കുമാർ എന്ന് പറയുന്ന കാൻഡിഡേറ്റും തമ്മിൽ വ്യത്യാസമില്ലേ? താങ്കളിപ്പോൾ ഈ പൊസിഷനിലിരിക്കുമ്പോൾ ഒരു ന്യൂട്രാലിറ്റി ഇല്ലേ താങ്കൾക്ക്? ഒരു TV ആങ്കർ ചെയ്യുമ്പോൾ അങ്ങക്ക് അതോ അങ്ങയുടെ രാഷ്ട്രീയം അങ്ങ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടോ? സ്വദേശി ജാഗരൺ മഞ്ചിന്റെ ഒരു കൺവീനർ എന്നുള്ള നിലയിലാണ് താങ്കൾ കൊടുത്തത് എന്നുള്ളത്. നികേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇലക്ഷന് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയമാണോ താങ്കൾക്ക് പ്രസന്റർ ആയിട്ടുള്ളപ്പോഴുള്ളത്? നോക്കൂ, താങ്കൾ എന്നെ ആ നിലയിൽ ഒരു വിലയിരുത്തൽ നടത്തണ്ട. എന്റെ വിഷയം, നമുക്ക് എന്റേതായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഞാനും അതേ പറഞ്ഞുള്ളൂ ശ്രീ നികേഷ്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, രഞ്ജിത്ത് കാർത്തികൻ എന്ന് പറയുന്ന സ്വദേശി ജാഗരൺ മഞ്ചിന്റെ ഒരു പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ ഒരു കൺവീനർ എന്നുള്ള നിലയിലല്ല ഞാൻ ഇത് കൊടുത്തത്. ഞാൻ വീണ്ടും അങ്ങയോട് പറയുന്നു. അപ്പോ ഞാൻ കൊടുത്തത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള നിലയ്ക്കും ഒരു പ്രൈവറ്റ് റെസ്പോൺസിബിൾ കൺസേൺഡ് സിറ്റിസൺ എന്നുള്ള നിലയ്ക്കുമാണ്. അപ്പൊ അങ്ങനെ കൂടെ ഈ പറയുന്ന പോലെ സ്വദേശി ഇത് എന്റെ ചോദ്യമല്ല, ഇത് കേരളത്തിലെ ധനമന്ത്രി പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്ന കാര്യമാണ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ. ഞാൻ പറയുന്നത് പോലെ സ്വദേശി ജാഗരൺ മഞ്ചിന്റേത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം, CNDGയുടെ റിപ്പോർട്ട്, ഇപ്പോൾ EDയുടെ അന്വേഷണം, ഇതെല്ലാം കോയിൻസൈഡ് ചെയ്യാണ്. അത് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം, ഒരു ഏത് ഓർഗനൈസേഷനും ഒരു എൻക്വയറി നടത്താനായിട്ട് ഒരു ലെറ്റർ കൊടുക്കുന്നത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചോദിക്കുന്നതിന്റെ പോലെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അതായത് FEMA എന്ന് പറയുന്ന നിയമവും PMLA എന്ന് പറയുന്ന നിയമവും സംബന്ധിക്കുന്ന എന്ത് കാര്യത്തിനെയും ഒരു ക്വറി ചോദിക്കാം, സാഹചര്യം ചോദിക്കാം. പക്ഷേ ഇന്നിപ്പോ ഐസക് പുറത്തുവിട്ട സന്ദേശത്തിൽ പറയുന്നത് CNDG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FEMA ലംഘനം നടത്തിയിട്ടില്ലേ പുറത്തുവിട്ടത്. അദ്ദേഹം തന്നെയല്ലേ ഡീഫാക്ടോ ആയിട്ട് അദ്ദേഹമല്ലേ ഇത് പുറത്തുവിട്ടത്. ആ പറയുന്ന ഇത് എപ്പോഴും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വയ്ക്കേണ്ട സാധനം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നും അതിനെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്തൊരു ചോദ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇത് വിട്ടത് ഫിനാൻസ് മിനിസ്റ്ററാണ്.
അപ്പൊ അങ്ങനെയാണോ ശ്രീ രഞ്ജിത്ത്? താങ്കളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലേ? ഐസക്കിനെ പുറത്തു വിട്ടു. ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊരു ഐസക് ഒരു രാഷ്ട്രീയക്കാരനാണ്. ഐസക് പുറത്തു വിടുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, ഐസക് പുറത്തു വിടുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. ഉടനെ ED കയറി പറയുകയാണ് എന്താണ്, ദ CNAG ഹാസ് ഫൗണ്ട് എന്നാണ്. അക്കാര്യത്തിൽ ഐസക്കിനെ കോട്ട് ചെയ്തുകൊണ്ടൊന്നും അല്ല ഇവിടെ എന്താ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഹാസ് ഫൗണ്ട് ദാറ്റ് കേരള ഗവൺമെന്റ് ഹാസ് റേസ്ഡ് 2150 കോടി എന്ന് പറയുകയാണ്. അതെ നികേഷിനോ, ഇത് ഒരു ഫൈനാൻസ് മിനിസ്റ്റർ പറയുമ്പോൾ അദ്ദേഹം ഒരു റെസ്പോൺസിബിൾ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വളരെ ഇരിക്കുന്ന ഒരു പൊസിഷൻ മാനിക്കണം. അപ്പൊ നാച്ചുറലി ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഫൈനാൻസ് മിനിസ്റ്റർ പറയുമ്പം അത് കള്ളതാണെന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നാച്ചുറലി രഞ്ജിത്ത് കാർത്തികേയൻ നേരത്തെ പറഞ്ഞതൊക്കെ ആളുകൾക്ക് കൺവിൻസിംഗ് ആണ്. ഇത് കൺവിൻസിംഗ് അല്ല കേട്ടോ. ഇതിനകത്ത് അപ്പോഴാണ് എനിക്ക് താങ്കൾ അടക്കമുള്ളവരുടെ ഒരു ഗൂഢാലോചന ഇതിനകത്തുണ്ടോ എന്നൊരു സംശയം വരുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത്. സുരേന്ദ്രൻ രാവിലെ പറഞ്ഞത് ഐസക്കല്ല ഇത് പുറത്തുവിട്ടത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അവർ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതെങ്ങനെയാണത്? ഇപ്പൊ ഈ പറയുന്ന പോലെ അങ്ങനെ CNAG റിപ്പോർട്ട് എപ്പോഴാണ് പുറത്തു വരിക? CNAG റിപ്പോർട്ട് ഏത് സമയത്താണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ആക്സസ് ചെയ്യാൻ കഴിയുക എന്ന് ഇനി അഥവാ ഐസക് അത് പറഞ്ഞു എന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യാനാണ് ഈ ED? ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവർക്ക് ചെയ്യാൻ കഴിയുക ഇനിയിപ്പോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ തന്നെയും PSC പരിശോധന കഴിഞ്ഞ് നടപടിക്രമങ്ങൾക്ക് പൂർത്തിയാക്കിയ ശേഷം അത് പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് EDക്ക് കയറിയിട്ട് ആ റിപ്പോർട്ടിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. കാരണം അത് ഈ പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അതിനകത്ത് ആർക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ പ്രിലിമിനറി എൻക്വയറി ഉണ്ടാക്കി വെക്കാലോ. ഇതിനകത്ത് വിഷമിക്കാനൊന്നും ഇല്ലല്ലോ. ആർക്കും വിഷമമില്ല. നമ്മളൊരു പബ്ലിക് കോസ് എന്ന നിലയിൽ ഡിസ്കസ് ചെയ്യാണ്. ഇതിനകത്ത് ആർക്കും വിഷമമൊന്നുമില്ല. നോക്കൂ, RBIക്ക് വേറെ ഐസക് പറഞ്ഞൊരു കാര്യം, RBIക്ക് ഇക്കാര്യത്തിൽ പിശകു പറ്റി എന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് EDയുടെ ഈ നോട്ടീസിൽ നിന്ന് ഐസക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഐസക് പറയുന്നത്, ഞാൻ ഈ 4 പേജ് റിപ്പോർട്ടിൽ ആകെ പറഞ്ഞിട്ടുള്ളത് മസാല ബോണ്ട് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിയിരിക്കുന്നു. അത് AG കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചല്ല, അവിടെ ഡൽഹിയിൽ നിന്നാണ് ഈ 4 പേജ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ വാർത്താ സമ്മേളനത്തിലും എൻ്റെ എഴുത്തിലും ഒക്കെ പറഞ്ഞിരുന്നത്. നോക്കൂ എൻ്റെ ചോദ്യം ഞാൻ പൂർത്തിയാക്കട്ടെ. പക്ഷേ ED എന്താ ചെയ്തിരിക്കുന്നത്, ആ CNAG റിപ്പോർട്ടിലെ വേറൊരു ക്രക്സ് ഉണ്ടെന്ന് പറയുന്നു. അത് ഇന്ന് ഐസക് പറയാണ്, ഇത് ഞാൻ പറഞ്ഞതല്ല, പക്ഷേ അത് RBIക്ക് ഇക്കാര്യത്തിൽ പിശക് പറ്റി എന്നുള്ള ഒരു പോയിന്റ് ഇപ്പോൾ ED പരിശോധിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയിട്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ CNAG റിപ്പോർട്ട് ഫിനാൻസ് സെക്രട്ടറിയിൽ നിന്ന് ഐസക് പബ്ലിക്കായി വെളിപ്പെടുത്തി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ EDക്കും ഈ CNAG റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു എന്നാണ്. അതെങ്ങനെ കിട്ടി, ആര് കൊടുത്തു എന്ന ചോദ്യമാണ് ഐസക് ഉന്നയിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇതെല്ലാം അദ്ദേഹം ഒരാൾ പറയുന്ന കാര്യത്തിന് മാത്രം ബേസ് ചെയ്താണ് നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ മുഴുവനുള്ളത്. അല്ലാതെ നമുക്ക് ആർക്കും എനിക്കോ താങ്കൾക്കോ ഈ റിപ്പോർട്ടിന്റെ കോപ്പിയില്ല, ഈ ED നോട്ടീസിന്റെ കോപ്പിയില്ല. നമുക്ക് പറയാനൊക്കുന്നത്, എനിക്ക് എൻ്റെ ഒരു ഇതേപോലെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഇവിടെ റേജിംഗ് ആയിട്ട് 4-5 ദിവസമായിട്ട് ഇതിനേക്കാൾ വലിയ പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് പോലും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കിഫ്ബിയുടെ മസാല ബോണ്ടുമാണ്. അപ്പൊ നാച്ചുറലി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ് എ റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ ഇതിനകത്ത്, അതായത് PMLA മണി ലോണ്ടറിങ് ആക്ടും ഫോറിൻ കറൻസി ഫോറിൻ മാനേജ്മെന്റ് ആക്ടും ഒക്കെ വച്ച് നോക്കുന്ന ഒരു ഏജൻസി റിസർവ് ബാങ്കിന് ഒരു നോട്ടീസ് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായം. ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ, ഒരുപക്ഷെ PSC പൂർത്തിയായി, താങ്കളും ജനപ്രതിനിധിയായിരുന്നല്ലോ, ഒരു PSCയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതി ഇത് അവധിക്ക് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് കോടതിയിൽ വന്ന് അക്കാര്യത്തിലൊരു തീർപ്പുണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഐസക് പറയുന്നത് EDയും CNAGയും ഒക്കെ ഇവിടെ സംയുക്തമായി അവരുടെ പ്രവർത്തനം നടത്തുകയാണ് എന്നാണ്. ഈ CNAG എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വലിയ വില കൊടുത്തിട്ടുള്ള സ്ഥാപനമായിരുന്നു. ഇപ്പോൾ 2G ഇടപാട് വന്നപ്പോൾ, പാമോലിൻ ഇടപാടുണ്ടായപ്പോൾ ഈ കാര്യത്തിലൊക്കെ വേദവാക്യമായിരുന്നു CNAG അല്ലേ ശ്രീ അനന്തലവട്ടം ആനന്ദൻ?
താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ ഈ CNAG റിപ്പോർട്ടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും. കരുണാകരൻ പാമോൽ ഇടപാടിൽ കള്ളക്കളി നടത്തി, അല്ലെങ്കിൽ 1,00,000 കോടി രൂപയുടെ അഴിമതി UPA 2 സർക്കാർ നടത്തി എന്നൊക്കെ പറഞ്ഞത്. നോക്കൂ, ഇപ്പം നിങ്ങൾക്ക് അതിനോടൊരു വിലയുമില്ല. നിങ്ങൾ എന്ത് ആക്ഷേപം ഉന്നയിക്കുന്ന നിലയിലേക്കായിരിക്കുന്നു. ഞങ്ങൾ CAGയെ സംബന്ധിച്ചും CAG റിപ്പോർട്ടിനെ സംബന്ധിച്ചുമൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ CAG രാഷ്ട്രീയ ഉപകരണമാകരുത്. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ നിലപാട് മാറ്റം വരേണ്ടി വരില്ലേ? CAG പൊതുഖജനാവിലെ പണം ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നതിനും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് അതിൽ ദുർവ്യയം നടന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അത് റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ട് ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികൾ പാർലമെന്റിലും നിയമസഭയിലും ചർച്ച ചെയ്യുന്നത്. ആ ജനങ്ങളുടെ താല്പര്യങ്ങളാകെ ബലികഴിക്കത്തക്ക വിധത്തിൽ CAGയുടെ ലക്ഷ്യം മാറിയാൽ ഞങ്ങൾ ഈ പറഞ്ഞ CAG ഇതേപോലെ പണി കാണിക്കാതെ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് 4 പേര് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം. ഈ സംസ്ഥാനത്തെ AG ആണ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധന നടത്തി CAGയുടെ ഒപ്പ് വാങ്ങി. ഞാൻ പറഞ്ഞ ഇത് എങ്ങനെ കൊടുക്കുമ്പോൾ ഏത് സ്ഥാപനത്തിലെ വരവിലെ കണക്ക് പരിശോധിക്കുന്ന ആഡിറ്റർ ആയാലും CAG ആയാലും. ക്ഷമിക്കണം ശ്രീ ആനന്ദൻ, വീണ്ടും താങ്കളുടെ ശബ്ദത്തിൽ തകരാറുള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, നോക്കൂ, CNAGയെ കുറിച്ച് നമുക്ക് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ കണക്കെഴുത്തിനെ കുറിച്ച് നല്ല വിശ്വാസ്യത ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ 2ാം ഭരണകാലഘട്ടത്തിൽ ഈ CNAGയെ പോലും എല്ലാ ഏജൻസികളെയും സ്വാധീനിക്കുന്നു എന്നാണ് ആക്ഷേപം. CNAGയെ പോലും ഇപ്പോൾ ഈ മുർമു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നേരത്തെ നരേന്ദ്രമോദിയുടെ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അമിത്ഷാ ഗുജറാത്തിലെ ആഭ്യന്തര സഹമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അമിത്ഷാ ജയിലിൽ പോയ സമയത്ത് ഗുജറാത്ത് കലാപ കേസുകൾ ഹാൻഡിൽ ചെയ്തത്, ജയിലിൽ ഇരിക്കുന്ന അമിത്ഷായ്ക്ക് വേണ്ടി ഗുജറാത്ത് കലാപ കേസുകൾ ഹാൻഡിൽ ചെയ്തത് മുർമു ആയിരുന്നു. പിന്നീട് നരേന്ദ്രമോദിയുടെ 2ാം ഘട്ടത്തിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ജമ്മു കശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായി, ജമ്മു കശ്മീർ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായപ്പോൾ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചു. ആ ആളെയാണ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ CPM പറയുന്ന ഈ കഥയുണ്ടല്ലോ, അതായത് എല്ലാ ഏജൻസികളെയും കൊണ്ടുവന്ന് ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു കഥയുണ്ടല്ലോ, അതിന് പറ്റിയ വില്ലനാണ് മുർമു. അല്ല നികേഷ്, ഇതുവരെ പറഞ്ഞത് വെച്ച് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്ത പാരമ്പര്യമുള്ള ഒരു ജീവനക്കാരനാണ് അദ്ദേഹം എന്ന് താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ഒരു ജീവനക്കാരന്റെ സേവനം രാജ്യത്തിന് അല്ല, ഇവിടെ ആ അർത്ഥമാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നികേഷ്. കാരണം ഈ കേന്ദ്ര ഏജൻസികൾ ആദ്യം വന്നപ്പോൾ നമ്മള് പറയേണ്ടവർ പറഞ്ഞു, മറ്റുള്ളവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നതിനെ കുറിച്ചായിരുന്നു നമുക്ക് സംശയം. ഇവിടെ ചുരുക്കി പറഞ്ഞ നമ്മുടെ ചർച്ച പോകുന്നത് എങ്ങോട്ടാ? നമ്മളുടെ പ്രത്യേക മുൻകൂട്ടി അജണ്ടകൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇതൊക്കെ ഭരണഘടനാപരവും. നമ്മുടെ മുൻകൂട്ടി നിശ്ചയിച്ചതിന്റെ വ്യതിചലിച്ച കണ്ടെത്തലുകൾ അവർ നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവർ നമുക്ക് അനഭിമതനുമാകുന്ന ഒരു ചരിത്രമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. നോക്കൂ, ഈ കാര്യങ്ങളിലേക്കൊക്കെ CNAGയുടെ റിപ്പോർട്ടിലേക്കും EDയുടെ അന്വേഷണത്തിൽ പെടാതായത് എന്താ? സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ തന്നെയാണ് ഇതിന്റെ ചക്രം തിരിക്കുന്നത്. ആദ്യം പറഞ്ഞു കിഫ്ബി ഒരു ഗവൺമെന്റ് സ്ഥാപനമല്ല, അതൊരു കോർപ്പറേറ്റ് എന്റിറ്റിയാണ്. അത്തരം ഒരു കോർപ്പറേറ്റ് എന്റിറ്റി ആണെങ്കിൽ കോർപ്പറേറ്റ് എന്റിറ്റിക്ക് ലോൺ എടുക്കാനുള്ള അധികാരമുണ്ട്, തിരിച്ചറിയാം. പക്ഷെ അതിന്റെ ഗ്യാരണ്ടർ സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന കേരളത്തിലെ പൊതുസമൂഹമാണ് നാളെ തിരിച്ചടക്കേണ്ടി വരുന്നത്. മാത്രമല്ല 9.2% നമ്മുടെ ഇതിന്റെ ഇൻട്രസ്റ്റ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1.5% മുതൽ 4% വരെ നികുതി പലിശയ്ക്ക് വരാൻ ഏജൻസികളുണ്ട്. അപ്പൊ ഈ നഷ്ടം പൊതു പൗരന്റേതല്ലേ? ഒരു കണക്ക് കൂടെ ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുന്നു, ഒരു ചെറിയ കണക്ക് കൂടി.
56,000 നോക്കൂ, നമുക്ക് സാമ്പത്തിക പദ്ധതിയായിട്ടാണ്. കണക്കുകളിലേക്ക് പോകാമായിരുന്നു, പക്ഷേ നമുക്ക് സമയം കുറവുള്ളത് കൊണ്ട് ശിജേന്ദ്ര മാസ്റ്റർ, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരു എപ്പോഴും നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ള, അമിത്ഷായുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുടെ വേറൊരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ മഷിയിട്ട് നോക്കിയാലും കാണാനാകില്ല. ആകെയുള്ള ട്രാക്ക് റെക്കോർഡ് 2001 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറിയതിന് ശേഷമാണ് അതിൻ്റെ ഒരു IASന്റെ തന്നെ തലപ്പത്ത് തന്നെ IASന്റെ പോസ്റ്റിങ്ങിൽ തലപ്പത്ത് മുർമു വരുന്നത്. പിന്നീട് അമിത്ഷാ അദ്ദേഹത്തെ ഏറ്റുവാങ്ങുകയാണ്. പിന്നീട് ഡൽഹിയിലേക്ക് അദ്ദേഹം വരുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നിച്ച് അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് വിശ്വാസ്യരായുള്ള ഒരു നേതാവ് എന്നുള്ളതല്ല. അങ്ങനെ ഒരു ഇപ്പം സംഘപരിവാറും ഇടതുപക്ഷവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണല്ലോ. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നു, അവിടെ സംഘപരിവാർ ഭരിക്കുന്നു. അപ്പോൾ സംഘപരിവാർ ഇടതുപക്ഷ സർക്കാരിനെ എന്തായാലും താലോലിക്കില്ല എന്നുള്ളത് നമ്മൾ ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുർമുവിൻ്റെ ഈ CNAG കൂടി രാഷ്ട്രീയം കളിക്കുമോ എന്ന്, സാധാരണഗതിയിൽ മുർമു അല്ലെങ്കിൽ CNAG രാഷ്ട്രീയം കളിക്കുമോ എന്നുള്ളൊരു സ്വാഭാവിക ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ മുർമു ആവുമ്പോൾ അത് വിശ്വാസ്യത കൂട്ടുന്നുണ്ട് ആ ഒരു ആരോപണത്തിന്, ആക്ഷേപത്തിന്. അല്ല, മുർമു അല്ല ഈ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിലും ഇതേ ആരോപണം ഉന്നയിക്കപ്പെടും. ഞാൻ ഒരു കാര്യം പറയുന്നത് ഇതികേഷ്, നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അവരുടെ സ്വകാര്യ ആവശ്യത്തിലേക്ക് വന്ന ആളുകളല്ലല്ലോ. ഇന്ത്യൻ ജനത അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആശയങ്ങളോടാണ് ഞങ്ങൾക്ക് ആഭിമുഖ്യം. അത് നടപ്പിലാക്കാനുള്ള ജനവിധി നേടിയപ്പോൾ അതിന് പറ്റിയ ആളുകളെ തന്നെയാണ് നമ്മൾ. ഇതിൽ എന്താണ് രാഷ്ട്രീയമുള്ളത്? പിന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ച മാതിരി CPM-ഉം RSSും അല്ലെങ്കിൽ BJP രണ്ടറ്റത്താവാം, പക്ഷെ ഒരിക്കലും ഭരണത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മൾ ഒരിക്കലും കാണിച്ചിട്ടില്ല എന്നതിന് സാക്ഷ്യപത്രമല്ലേ കേരളത്തിലെ തന്നെ. അപ്പൊ കേരളം തന്നെ പലപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിന്റെ വികസനം, കേരളത്തിലെ ജനങ്ങളുടെ മുന്നേറ്റം, ഈ കാര്യത്തിൽ ഒന്നും നരേന്ദ്രമോദിയും അമിത്ഷായും നിതിൻ ഗഡ്കരിയും അടക്കം പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ പോലെ ഒരാൾ കേന്ദ്രത്തിൽ മന്ത്രിയായത് കേരളത്തിന്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം വേറെ, പൊതുഭരണം വേറെ, ജനകീയ ആവശ്യങ്ങൾ വേറെ. മാത്രമല്ല, ഈ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുകയുണ്ടായി, അതുകൂടെ പറഞ്ഞോളൂ. അല്ല, അത് പറഞ്ഞോളൂ എന്നല്ല, അത് യാഥാർത്ഥ്യമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഭരണം വേറെ, രാഷ്ട്രീയം വേറെ. കേരളത്തിലെ പൊതുജനങ്ങൾ, ഞങ്ങൾ ഉൾപ്പെടുന്നവരാണല്ലോ കേരളത്തിലെ പൊതുജനങ്ങൾ. അതുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് പോകുമ്പോൾ, അത് മുൻകൂട്ടി അജണ്ടകൾക്ക് എതിരാകുമ്പോൾ ഇവർ അപ്രിയമാകുന്നതിന്റെ രാഷ്ട്രീയമാണ് നമ്മളോട് ചർച്ച ചെയ്യേണ്ടത്. ആനത്തലവട്ടം ആനന്ദൻ, നമ്മൾ നോക്കൂ, ഡോക്യുമെന്റ്സ് ക്ലിയർ ആണെങ്കിൽ പിന്നെ എന്ത് ഏജൻസി? ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ഒരു ഏജൻസി ഒഴിച്ച് ബാക്കി എല്ലാ ഏജൻസിയും ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നാണല്ലോ. ഇപ്പോൾ CNAG ആയിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ മുമ്പിൽ ആ CNAG ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CNAG ഒരു ഏജൻസിയായി പോലും നമ്മൾ, ഏജൻസി അല്ല, അത് ഭരണഘടനാ സ്ഥാപനമാണ്, അതിന് ഏജൻസി എന്ന് കാണാൻ കഴിയില്ല. നമുക്ക് കോടതി പോലെ വിശ്വാസ്യത ഉണ്ടാകേണ്ട കാര്യമാണ്. അപ്പോൾ CNAG-യും കൂടി ഇതിൻ്റെ ഇവിടെ കിടന്ന് കറങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ പേപ്പർ ക്ലിയർ ആണെങ്കിൽ, സർക്കാരിൻ്റെ കയ്യിൽ പേപ്പർ ക്ലിയർ ആണെങ്കിൽ പിന്നെ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ ഈ രഞ്ജിത്ത് കാർത്തികേയനും ഡോക്ടർ കുഴൽനാടനും ഒക്കെ ഐസക്കും ഉണ്ടായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ദിവസം കുഴൽനാടൻ ഉന്നയിച്ച ചോദ്യം, ഈ NOC ആണോ നിങ്ങൾ ഈ RBIയുടെ അംഗീകാരമായി കാണുന്നത്? അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അന്തിമ അംഗീകാരമായി കാണാൻ പാടില്ല എന്ന് ഐസക്കിനോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഐസക് പറയുന്നത് അതല്ല, ഞങ്ങൾ 2019 മുമ്പ് തന്നെ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് NOC തന്നെയാണ്. NOC അല്ലാതെ വേറെ എന്തെങ്കിലും അംഗീകാരം വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സർക്കാർ കള്ളവും പറയുന്നുണ്ട്, എവിടെയൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. അല്ല നികേഷ, ഞാൻ ആദ്യം ഇതിന് പറയാം, അതിനുശേഷം നേരത്തെ BJP നേതാവ് പറഞ്ഞതിന് പറയാം. നിങ്ങൾ പറയുന്ന പോലെ NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മസാല ബാൻഡ് എടുക്കുന്നതിന് റിസർവ് ബാങ്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ വേറെ രേഖ തിരക്കുന്നതിനാ? ഇത് ഈ നടപടിക്രമമല്ലേ ഇവർ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള കോർപ്പറേറ്റ് ബോഡികൾക്ക്, നാഷണൽ ഹൈവേക്ക്, അതുപോലെ തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പോയി മസാല ബാൻഡ് എടുത്തിട്ടുണ്ടല്ലോ. അതിനുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നടപടി, ആ നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കാകാം, കേരള ഗവൺമെന്റ് ആയിക്കൂടാ എന്ന് പറയുന്നതിന്റെ അതിന്റെ യുക്തി എന്താ? അതാണ് എനിക്ക് അതേ സംബന്ധിച്ച് പറയാം. ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡൊക്കെ ശരിയാണെങ്കിൽ എന്തിനാണ് നെഞ്ചെടുപ്പ്? എത്ര കേസ് അന്വേഷണവുമായി വന്ന് ഏതെല്ലാം അന്വേഷണം നടത്തി വിഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവന്നു? അതെല്ലാം കോടതിയുടെ മുമ്പിൽ അടക്കം പോയി ഈ കേരള ഗവൺമെന്റിനെതിരായി ഏതെങ്കിലും ഒരു പദ്ധതി നിർത്തിവെക്കാനോ, ഈ കേരള ഗവൺമെന്റ് ഏതെങ്കിലും അഴിമതി കാണിച്ചെന്നോ ഏതെങ്കിലും ഒരു പരാമർശനമുണ്ടോ?
ഞങ്ങൾക്കതിൽ പേടിയില്ല. അതുകൊണ്ട് മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിട്ടെ, സ്വർണ്ണക്കടത്തിലെ പ്രതികളെ പിടിക്കാൻ വന്ന ഏജൻസി ആ സ്വർണ്ണക്കടത്തിലെ പ്രതികളെ പിടിക്കുന്ന പണിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൽ പറയുന്ന സ്വർണം കടത്തിയ വരുത്തിയ ആള് അയച്ച ആള് നമ്മൾ ഒരുപാട് ഇപ്പോഴും അത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് തന്നെ താങ്കൾ ഉന്നയിച്ച ഒരു വിഷയം, ഒരു മിനിറ്റ്, ഞാൻ ഈ താങ്കൾ ഉന്നയിച്ച വിഷയം ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഈ ശ്രീ ആനന്ദവട്ട ആനന്ദ് ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ NHAക്കും NTPCക്കും ഒക്കെ വായ്പ കൊടുത്തത് ഈ കൊളാട്ടറായി എന്താ വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ? ഇതേ സോവർണിറ്റി അല്ലേ, നമ്മുടെ പരമാധികാരം തന്നെയല്ലേ? രണ്ട് കാര്യം. ഒന്ന്, ഈ പറയുന്ന പോലെ NTPCയും കിഫ്ബിയും ഒരേ തരത്തിലുള്ള ഓർഗനൈസേഷൻ അല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയുന്ന പോലെ റവന്യൂ ഉള്ള ഓർഗനൈസേഷൻ ആണ്. അതിനൊരു സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ടല്ല, അതിന്റെ ഇൻഡിപെൻഡന്റ് റേറ്റിംഗ് ഉള്ള ഓർഗനൈസേഷൻ ആണ്. സോവറിൻ ഗ്യാരണ്ടി തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്? ഞാൻ ഒന്നുകിലും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ നികേഷ് ചോദിച്ചുകൊണ്ടിരിക്കണം, ഏതൊക്കെയാണെന്നുള്ള തീരുമാനം എടുക്കണം. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്റെ അറിവിന് വേണ്ടിയിട്ടാണ്, എന്റെ അറിവിന് വേണ്ടി. നിങ്ങൾ ആ കേസ് പഠിച്ചതല്ലേ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ? അല്ല, ഇന്ററപ്റ്റ് ചെയ്യരുത്. ഞാനൊന്ന് പറഞ്ഞ് തീർത്തിട്ട് താങ്കൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അത് ഓക്കെ ആണെങ്കിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിലൊരു ഉപചോദ്യമുണ്ട്. NHAയും NTPCക്കും കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് സോവറിൻ ഗ്യാരണ്ടി അല്ലേ? ആയിക്കോട്ടെ, ഞാൻ പറയാലോ, ഉത്തരം പറയൂ. ശരി. അപ്പൊ കിഫ്ബി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ബോഡി അല്ല, ആണെന്ന് എത്ര പറഞ്ഞാലും അല്ല. അതാണ് നമ്പർ 1. അതേസമയം NTPCയും മറ്റുമൊക്കെ ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. 2, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സെന്ററിന് ചെയ്യാനൊക്കുന്ന റൈറ്റ്സ് ഉണ്ട്. നേരത്തെ എനിക്ക് മുന്നേ അദ്ദേഹം പറയുന്നത് കേട്ടു, എന്തുകൊണ്ട് സെന്ററിന് ചെയ്യാം, സ്റ്റേറ്റിന് ചെയ്യുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റേറ്റിന് ചില പരിമിതികളുണ്ട്, സെന്ററിന് ചെയ്യാം. അതാണ് അതിന്റെ ആൻസർ. അപ്പോ കിഫ്ബി എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, കിഫ്ബി എന്ന് പറയുന്ന ഒരു സബ്സോവറിൻ എൻറ്റിറ്റിയാണ്, ഒരു കേരള സ്റ്റേറ്റിന്റെ കീഴിലുള്ളതാണ്. അതൊരു ബോഡി കോർപ്പറേറ്റ് അല്ല. അപ്പൊ ബോറോയിങ് പവേഴ്സ് അതിന് വിതിൻ കേരള, വിതിൻ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യക്കകത്ത് മാത്രമേ അതിന് ബോറോ ചെയ്യാനുള്ള പവർ ഉള്ളൂ. അതേസമയം ഒരു KSIDC പോലെയോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ബോറോയിങ് പവേഴ്സ് അനുസരിച്ച് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായേനെ. അതാണ് അതിന്റെ ആൻസർ. അല്ലാതെ അതിനകത്ത് ഒരു ലീഗൽ ആൻസർ ഉണ്ട്. ഇല്ല, നോക്ക്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താ ഇത്ര സമയം എടുത്തിട്ട് താങ്കൾ മറുപടി പറയാത്തത്? ഈ NHA ആയിക്കൊള്ളട്ടെ NTPC ആയിക്കൊള്ളട്ടെ സോവറിൻ ഗ്യാരണ്ടി അല്ലേ കൊടുത്തിരിക്കുന്നത് എന്നാണ്. ആണോ അല്ലയോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. കാരണം ഈ സോവറിൻ ഗ്യാരണ്ടി അല്ലല്ല, ഇതിനകത്ത് രണ്ട് കാര്യം. സോവറിൻ ഗ്യാരണ്ടി അല്ലേ, പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് NHAക്കുള്ളത്? വേറെ എന്തെങ്കിലും ഗ്യാരണ്ടി? അതിന് അവരവരുടേതായ ഇൻകമും NHAക്കൊക്കെ എന്ന് പറയുന്നത് ടോളും മറ്റുമൊക്കെ ഉള്ള റവന്യൂ മോഡൽസ് ഉണ്ട്. ഇത് കിഫ്ബിക്ക് അങ്ങനെ ഒരു മോഡൽ ഇല്ല, ഒരു റവന്യൂ ഇല്ല. ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് കൊടുക്കുന്നതിന്റെ ഒരു വിഹിതം അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇത്. അതിനകത്ത് ഐസക് പറയുന്നത് 25% പദ്ധതികൾക്ക് റവന്യൂ ഉണ്ട്, ബാക്കിയുള്ള പദ്ധതികൾക്കാണ് ടാക്സിന്റെ വിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. 25%നും ഇല്ല. ഞാൻ നോക്കൂ, വീണ്ടും ഞാൻ അങ്ങനെയാണെങ്കിൽ ഐസക്കിനെ സംശയിക്കേണ്ടി വരും. ഐസക് ഇന്ന് പറഞ്ഞത് NTPCയുടെയും NHAയുടെയും കാര്യത്തിൽ ഇതേ മാനദണ്ഡം തന്നെയാണെന്നാണ്. അതായത് അവർക്ക് സോവറിൻ ഗ്യാരണ്ടിയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്, പിന്നെ ഞങ്ങൾക്ക് കൊടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അല്ല, സോവറിൻ ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് നിയമം അനുവദിക്കണ്ടേ? ഇപ്പൊ ഐസക് മാത്രം വിചാരിച്ചാൽ മതിയോ? തോമസ് ഐസക്കിന് നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത് താങ്കളുടെ വാദം. എന്റെ ചോദ്യം NHAയുടെയും NTPCയുടെയും കാര്യം മാത്രമാണ്. ഈ പറയുന്ന NTPCയുടെയും കോൾ ഇന്ത്യയുടെയും എല്ലാം കാര്യത്തില് അതൊരു സെൻട്രൽ ഓർഗനൈസേഷൻ ആണ്. സെൻട്രലിന് അതിന് പവർ ഉണ്ട്. അങ്ങനെ പറയൂ. അപ്പൊ സെൻട്രലിന് പവർ ഉണ്ട്, സ്റ്റേറ്റിന് പവർ ഇല്ല എന്നുള്ളതാണ്. സോവറിൻ ഗ്യാരണ്ടി കൊടുക്കാൻ സെൻട്രലിന് പവർ ഉണ്ട്, സ്റ്റേറ്റിന് പവർ ഇല്ല, അങ്ങനെയല്ലേ പറയുന്നത്? ഒരു കാര്യം കൂടെ അല്ലല്ല, അതിലെന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കലർത്തുന്നത്? രഞ്ജിത്ത് കാർത്തികേയൻ, താങ്കൾ പറയുന്നത് NHAക്കും NTPCക്കും സോവറിൻ ഗ്യാരണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് അല്ലേ? അത് ഞാൻ പറയില്ലേ, അത് സോവറിൻ ഗ്യാരണ്ടി ആണോ അല്ലയോ എന്നുള്ളതിന്റെ അല്ല. ഇതിനകത്ത് പിന്നെയും ഭയങ്കരമായി താങ്കളെ കൂട്ടിക്കലർത്തുകയാണ്. എസ് ഓർ നോ. താങ്കൾ ആ കേസ്, ഒന്നുകിൽ താങ്കൾ ആ കേസ് താങ്കൾക്ക് അറിയില്ല എന്ന് പറയണം, അല്ലെങ്കിൽ എസ് ഓർ നോ എന്ന് പറയൂ. അല്ല, എനിക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്കറിയില്ല അത് സെൻട്രൽ ഗവൺമെന്റ് ഒരു സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും രണ്ടാമത്തെ കാര്യം, ഇന്ന് 2017 ഐസക് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ NHAക്കും NTPCക്കും സോവറിൻ ഗ്യാരണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്, സംസ്ഥാനത്തിന് അത് അതാകാം എന്നാണ് ചെയ്യാം. നിങ്ങളുടെ ഓക്കേ. വാദം പറയുന്നത്. സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റില്ല, കേന്ദ്രത്തിനാണെങ്കിൽ കൊടുക്കാമെന്നാണ്. അതെ. വാദമല്ല. കോർപ്പറേറ്റ് ബോഡി അത് ആണ് നമ്മുടെ എന്നുള്ളതാണ് നിയമമാണ്. തോമസ് ഐസക്കിന്റെ വാദം. നിങ്ങൾ നിയമമാണ് പറയുന്നു കോർപ്പറേറ്റ് ബോഡി പറയുന്നത്. അല്ല എന്ന്. തോമസ് ഐസക് പറയുന്നത് കോർപ്പറേറ്റ് ബോഡിയാണ്. അതിന് പലതരത്തിൽ സംസ്ഥാന സർക്കാരിന് കോർപ്പറേറ്റ് ബോഡി ഉണ്ടാക്കാം. ഒന്ന് ഈ കിഫ്ബി പോലുള്ള കോർപ്പറേറ്റ് ബോഡി ഉണ്ടാക്കാം. ഇനി ഒരു കമ്പനി ലോ ബോർഡിലൂടെ ഒരു കോർപ്പറേറ്റ് ബോഡി ഉണ്ടാക്കാം. നമുക്ക് ട്രസ്റ്റ് രൂപീകരിക്കാം, നമുക്ക് സൊസൈറ്റി രൂപീകരിക്കാം. അങ്ങനെ പല മാതൃകകളുണ്ട്. അതുകൊണ്ട് ഇത് കോർപ്പറേറ്റ് ബോഡി തന്നെയാണ് എന്ന വാദമാണ് ഐസക് ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ തർക്കമുണ്ട് അവിടെ നടന്നോട്ടെ. പക്ഷേ ഇഡിക്ക് അത് ഈ നിയമസഭ പരിഗണിക്കേണ്ട ഒരു പേപ്പർ വെച്ച് ചാടിക്കേറാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് ഇന്നിപ്പോ പുതുതായി ഉയർന്നു വരുന്നത്. നികേഷ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നാളെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് ഒരു നോട്ടീസ് വരുമ്പം ശ്രീ ഐസക് ഇത് തന്നെ പറയരുത്, കോർപ്പറേറ്റ് ബോഡി അല്ല, അതുകൊണ്ട് ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇത് നോട്ടീസ് അയക്കരുത് എന്ന് പറയരുത്. ഇല്ലെന്ന് അങ്ങനെ പറയില്ല. ഐസക് ഇന്ന് പറഞ്ഞല്ലോ ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതൊന്നും അല്ല, കോർപ്പറേറ്റ് ബോഡിയാണ് എന്ന് ഐസക് ആവർത്തിച്ച് പറഞ്ഞു. നമുക്കൊരു കാര്യം എഴുതി മിനിസ്ട്രി ഓഫ് ഒരു കാര്യം ശരിയാടുന്നില്ല. ഇനിയിപ്പോ കമ്പനി ലോ ബോർഡിനെ കൊണ്ടുകൂടെ ഒരു നോട്ടീസ് അയപ്പിക്ക് പൂർത്തിയാകും. ജയേന്ദ്ര മാസ്റ്റർ, ഡോക്ടർ ടി എം തോമസ് ഐസക്, ആനത്തലവട്ടമാനന്ദൻ, രഞ്ജിത്ത് കാർത്തികേയൻ, നന്ദി. സംസാരിച്ചത് നമസ്കാരം.